ദേശീയപാത 66 കൊടുങ്ങല്ലൂർ ബൈപ്പാസ് CI ഓഫീസ് ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേ വേണമെന്ന് ആവശ്യപ്പെട്ട് ആരംഭിച്ച രണ്ടാം ഘട്ട സമരം ഒരു വർഷം പിന്നിട്ടു. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരാണ് പാതയോരത്ത് പന്തൽ കെട്ടി സമരമിരിക്കുന്നത്. വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യത്തിനോട് മുഖം തിരിക്കുന്ന സമീപനമാണ് ദേശീയപാത അധികൃതർ സ്വീകരിക്കുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ടോപ് 10 സ്പെഷ്യൽ. 13 വർഷങ്ങൾക്ക് മുൻപ് ബൈപ്പാസ് തുറന്ന അപകടങ്ങളും മരണങ്ങളും പതിവായതോടെയാണ് CI ഓഫീസ് ഭാഗത്ത് എലിവേറ്റഡ് ഹൈവേ വേണമെന്ന ആവശ്യമുയർന്നത്. ജനകീയ സമരങ്ങൾക്കൊടുവിൽ അന്നത്തെ കളക്ടറുടെ സാന്നിധ്യത്തിൽ ദേശീയപാത അധികൃതർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുമെന്ന ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും നടപ്പായില്ല. താലൂക്ക് ആശുപത്രി, സിവിൽ സ്റ്റേഷൻ, വില്ലേജ് ഓഫീസ്, കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം തുടങ്ങി നിരവധി പ്രദേശങ്ങളിലേക്ക് നിലവിൽ 3 കിലോമീറ്റർ ദൂരമെങ്കിലും ചുറ്റി വേണം പ്രദേശവാസികൾക്ക് സഞ്ചരിക്കാൻ. ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ അടിപ്പാതയെങ്കിലും നിർമ്മിച്ചില്ലെങ്കിൽ പ്രദേശം രണ്ടായി വിഭജിക്കപ്പെടുമെന്നാണ് ജനങ്ങളുടെ ആശങ്ക. ഞങ്ങൾ ഈ സമരം തുടങ്ങിയിട്ട് 14 കൊല്ലത്തോളായി. 2012 അതിഗംഭീരമായിട്ട് ഇവിടെ ഞങ്ങൾ നാഷണൽ ഹൈവേയുടെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള വലിയ ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം അവർ നടത്തിയപ്പോൾ അന്ന് ഞങ്ങൾ നിർബന്ധമായിട്ട് അവരോട് പറഞ്ഞു, ഇത് തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് എലിവേറ്റഡ് ഹൈവേ കിട്ടണം. ഞങ്ങളുടെ ആവശ്യം ഇത്രയായെന്നുള്ളതാണ്. വളരെ കാലമായിട്ട് പൗരാണികമായിട്ട് തന്നെ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തു കൂടെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് കടക്കാൻ സാധിക്കില്ല എന്നൊരു സ്ഥിതി. ബൈപ്പാസ് ഓരത്ത് പന്തൽ കെട്ടി നടക്കുന്ന രണ്ടാം ഘട്ട സമരം 365 ദിനങ്ങൾ പിന്നിടുമ്പോഴും എലിവേറ്റഡ് ഹൈവേ എന്നത് സ്വപ്നം മാത്രമായി നിലനിൽക്കുകയാണെന്നും ദേശീയപാത അധികൃതരുടെ അനാസ്ഥയാണ് ഇതിന് പിന്നിലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ കൊടുങ്ങല്ലൂരിനെ കയറി മുറിച്ചുകൊണ്ടാണ് ഈ ഇത് വന്നത്. എന്നിട്ട് പോലും അന്ന് ഞങ്ങൾ മറ്റുള്ളൊരു സമരത്തിനും മറ്റേനൊന്നും പോയില്ല. ഞങ്ങളെ ശരിക്കും വഞ്ചിക്കുകയായിരുന്നു. ഇവിടെ മേൽപ്പാലം തരാം, നിങ്ങൾ യാതൊരു കാരണവശാലും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഇവിടെ ഈ പണി പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് മേൽപ്പാലം തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മണ്ണ് പരിശോധനയും അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പം അതിനൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത് ഇപ്പോൾ ഇവിടെ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് മണ്ണ് പരിശോധിച്ച എലിവേറ്റഡ് ഹൈവേക്ക് യോഗ്യമായ സ്ഥലമാണിതെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ എലിവേറ്റഡ് ഹൈവേ വന്നതാകട്ടെ തൊട്ടപ്പുറത്തെ ജംഗ്ഷനിലും. എത്രയും പെട്ടെന്ന് എലിവേറ്റഡ് ഹൈവേ അനുവദിച്ചില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരമാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. അമൃത ന്യൂസ്, തൃശൂർ. കൊടുങ്ങല്ലൂരിൽ എലിവേറ്റഡ് ഹൈവേ വേണമെന്ന ആവശ്യവുമായി കൂടുതൽ സമരമാർഗങ്ങൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. തങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി മരണം വരെ പോരാടുമെന്നും പ്രദേശവാസികൾ പറയുന്നു. അനുവദിച്ചെന്ന ബൈപ്പാസ് അത് വേറൊരു വിധത്തിൽ മാറിപ്പോയി. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു ഗതിയില്ലാതെ പ്രായമായവരും രോഗികളായിട്ടുള്ള ആൾക്കാർ 1 വർഷത്തിന് കൂടുതലായി ഇപ്പോൾ രണ്ടാം ഘട്ട സമരം ആരംഭിച്ച്. ഞങ്ങൾക്ക് ഈ സമരം നടത്തുന്നത് താല്പര്യമില്ല. ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന ബൈപ്പാസ് അധികാരികൾ അനുവദിച്ചു തരിക, ഇതാണ് നമ്മളുടെ ഉദ്ദേശം. ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു കൊല്ലമായി ഇവിടെ വെയിലും ചൂടും മഴയും മഞ്ഞും എല്ലാം കൊണ്ടുകൂടി ഇരിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് 19,000 ആൾക്കാർക്ക് ഇതിൽ പോകേണ്ടത്. ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ സഞ്ചാരപാത ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും വഴി നടക്കേണ്ട പാതയാണിത്. ഈ വഴി പാത തടയാൻ ആരും നോക്കിയാലും ഞങ്ങൾ ശക്തമായും എതിർത്തിട്ട് എല്ലാവരും തോൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നേറുന്നുള്ള വിജയത്തിലേക്ക് കടക്കുന്നു. ഞങ്ങളുടെ നഗരം എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാമായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായ നഗരം ഞങ്ങളിൽ നിന്ന് അറുത്തു മാറ്റുമ്പോൾ നമ്മുടെ ഒരു അവയവം നമ്മൾ ശരീരത്തിൽ നിന്ന് വെട്ടിമാറ്റുന്ന ഒരു പ്രതീതിയാണ് ഞങ്ങളുടെ ജനങ്ങൾക്ക് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് കാണുന്ന കൊടുങ്ങല്ലൂർ DYSP ഓഫീസാണത്. അതിനകത്തേക്ക് കിടക്കുന്ന ഞങ്ങൾ കിടക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഇത് അടച്ചു പോയി കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ എല്ലാ സ്ഥാപനങ്ങളും, ലോകോലേശ്വരം വില്ലേജ്, കൊടുങ്ങല്ലൂർ നഗരസഭ, കൊടുങ്ങല്ലൂർ ആശുപത്രി, കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ തുടങ്ങിയിട്ടുള്ള മിനി സിവിൽ സ്റ്റേഷൻ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഞങ്ങൾക്ക് തൊട്ട് മുമ്പിൽ കിടക്കുന്ന ഈ സ്ഥലത്താണ്. ഇനി ഇത് അടച്ചു പോയി കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ്. ഇന്ന് ഞങ്ങളൊരു 50 രൂപയ്ക്ക് ഞങ്ങൾക്ക് ഓട്ടോറിക്ഷയ്ക്ക് പോയി അവിടെ നിന്ന് പോയി തിരിച്ചു വരാം. ഇനി ഇത് അടച്ചു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ 150 രൂപ 200 രൂപ കൊടുത്തിട്ട് വേണം തിരിഞ്ഞു വരാനായിട്ട്. NH-ലൂടെ ഒരു അടിപ്പാത എന്നുള്ളത് വളരെ തികച്ചും ആവശ്യമുള്ള ഒരു സമരം തന്നെയാണ്, ആവശ്യമാണ്. ഇത് NH-ൻ്റെ അധികൃതർ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഇതിൻ്റെ മേലധികാരികളും ഈ സമരത്തിനെ അവഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഇല്ലാണ്ടിരിക്കാൻ ഇവിടെ സമരം ചെയ്യുന്നത് ശരിക്കും അതോറിറ്റീസ് കേൾക്കേണ്ടതാണ്. അത് അവർ എത്തേണ്ടതാണ്. അവരൊരു എന്തോ വാശിക്കാണ് അവർ ചെയ്യാത്തത്. നമുക്കൊരു തോന്നൽ വന്നു തുടങ്ങി. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുന്നുണ്ട്. ഹരീഷ്, ഇത് നാട്ടുകാരുടെ വളരെ ന്യായമായിട്ടുള്ളൊരു ആവശ്യമാണ്. സ്ത്രീകളടക്കം 1 വർഷമായി സമരരംഗത്താണ്. എന്തുകൊണ്ടാണ് എന്നിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നൊരു നടപടിയില്ലാത്തത്? ഇനി കൂടുതൽ സമരം ശക്തമാക്കാനുള്ള ഒരു നടപടിയിലേക്കാണോ ഈ നാട്ടുകാർ പോകുന്നത്?
ഈ കൊടുങ്ങല്ലൂരിൽ ദേശീയപാത 66-ൽ CI ഓഫീസിന് സമീപത്താണ് ഇത്തരത്തിലൊരു എലിവേറ്റഡ് ഹൈവേ വേണമെന്നൊരു ആവശ്യം വർഷങ്ങളായിട്ട് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ അവിടെ ഈ പരിസരത്ത് തന്നെ പന്തൽ കെട്ടി സമരത്തിനിരിക്കുകയാണ് പ്രദേശവാസികൾ. 365 ദിവസം രണ്ടാം ഘട്ട സമരം 1 വർഷം പിന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അവിടെയുള്ളത്. വർഷങ്ങളായി ഒരു ആവശ്യം ഉന്നയിക്കുന്നു. പ്രദേശത്ത് സ്കൂളുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ക്ഷേത്രം, അത്തരത്തിലുള്ള ആരാധനാലയങ്ങൾ തുടങ്ങിയ നിരവധി സ്ഥലങ്ങളുള്ള പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലം. അതുകൊണ്ട് എലിവേറ്റഡ് ഹൈവേ അത്യാവശ്യമാണ് എന്നാണ് ഇപ്പോൾ ഈ പ്രദേശവാസികൾ പറയുന്നത്. ഈ സമരങ്ങൾ പല ഘട്ടങ്ങളായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ രണ്ടാം ഘട്ട സമരമാണ്. മാത്രമല്ല നിരവധി അപകടങ്ങളും ഈ ഒരു ബൈപ്പാസ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഈ ഒരു പ്രദേശത്ത് സംഭവിച്ചിരുന്നു. ഈ സോയിൽ ടെസ്റ്റ് നടത്തിയിട്ട് ഈ എലിവേറ്റഡ് ഹൈവേക്ക് പറ്റിയ ഉചിതമായ സ്ഥലമാണ് എന്ന് പറയുകയും എന്നാൽ പിന്നീട് ആ എലിവേറ്റഡ് ഹൈവേ ഈ ഒരു പ്രദേശത്തു നിന്ന് അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് തന്നെ എലിവേറ്റഡ് ഹൈവേ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചുരുങ്ങിയത് ഒരു സുരക്ഷിതമായ മേൽപ്പാലമെങ്കിലും വേണം. കാരണം വിദ്യാർത്ഥികളെല്ലാം തന്നെ സ്കൂളിലേക്ക് മറ്റുമായി ദിവസവും കടന്നു പോകുന്ന ഒരു വഴി കൂടിയാണ്. അതുകൊണ്ട് കുറഞ്ഞത് ഒരു മേൽപ്പാലമെങ്കിലും പ്രദേശത്ത് വേണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് തികഞ്ഞ അനാസ്ഥയാണ് ഈ ഒരു NH അധികൃതരുടെ ഭാഗത്ത് അല്ലെങ്കിൽ ദേശീയപാത അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ നാട്ടുകാരും ആരോപിക്കുന്നത്. എന്തായാലും ഇനിയും പെട്ടെന്ന് തന്നെ അവിടെ ഒരു എലിവേറ്റഡ് ഹൈവേ അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു സുരക്ഷിതമായ മേൽപ്പാത അല്ലെങ്കിൽ അടിപ്പാത അവിടെ സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. എന്തായാലും നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഹരീഷ് സൂചിപ്പിച്ച പോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുള്ള ഒരു അനാസ്ഥ തന്നെയാണ് നാട്ടുകാരും ചൂണ്ടിക്കാട്ടുന്നത്. ഹരീഷ് നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്.